നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. സ്റ്റോപ്പ് ഇറ്റ്. ആർ യു സെൽഫിഷ്? ഇപ്പൊ എന്തിനിത് പറഞ്ഞു? സ്വന്തം മകന്റെ കാര്യം വന്നപ്പോ ഞാനും അങ്കിളിനെ പോലെ പ്രണയത്തിന്റെ വലിയ നഷ്ടവും തോന്നിയപ്പോഴാണോ? ആണോ? ജാൻ അലറി. അതും കൂടി കേട്ടപ്പോൾ ശ്രീ തേങ്ങി കരയാൻ തുടങ്ങി. അവർ വേഗം കട്ടിലിൽ നിലത്തേക്ക് ഇറങ്ങി ജാന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വേഗത്തിൽ നടന്നു. മാം! ഒരു പകപ്പോടെ ജാനുവരുടെ പുറകെ നടന്നു. പക്ഷെ ശ്രീ വേഗത്തിൽ അവരുടെ മുറിയിൽ കയറി വാതിലടച്ചു. അവൻ അലറിക്കൊണ്ട് ഡോറിൽ മുഷ്ടിയുരുട്ടി ഇടിച്ചു. പക്ഷെ അകത്തുനിന്നൊരു ശബ്ദം പുറത്തു കേട്ടില്ല. സ്വന്തം മുറിയിൽ കയറി വലിയ ശബ്ദത്തിൽ ജാൻ വാതിലടച്ചു. പലതരം ചിന്തകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. കുറെ വർഷം നാദെങ്കിൽ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയും കൊണ്ട് അലഞ്ഞു നടന്നിട്ടുണ്ട്. പോയ പലയിടങ്ങളിലും അദ്ദേഹത്തിന് സൗഹൃദങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനന്തരവനെന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രായം ചെന്ന ചിലരുടെ കണ്ണുകളിൽ ബഹുമാനം കലർന്ന സ്നേഹം താൻ കണ്ടിട്ടുണ്ട്. പലരുടെ കയ്യിലും അങ്കിളുമൊത്തുള്ള മങ്ങി തുടങ്ങിയൊരു പഴയ ഫോട്ടോയും കാണുമായിരുന്നു. എവിടെ പോയാലും എടുക്കുന്ന ഫോട്ടോയിൽ ഒന്ന് തന്റെ ഓർമ്മിക്കുന്ന വണ്ണം അവിടെയുള്ള സുഹൃത്തിന് സമ്മാനിക്കാറുണ്ട് അദ്ദേഹം. പക്ഷെ കേരളത്തിൽ അദ്ദേഹം അധികം യാത്ര ചെയ്തിരുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ ട്രൈബൽ ലാൻഡുകളിൽ താൻ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല. ജീവന്റെ ഒരു തരിയെങ്കിലും അവശേഷിക്കുന്ന നാഥമേനോനെ കണ്ടെത്താനായിരുന്നു മനസ്സിലെങ്കിലും ഒരുപക്ഷെ മരണത്തിന് കീഴടങ്ങിയ നാഥമേനോന്റെ ഏതെങ്കിലും ഒരു വിവരം കിട്ടണമെന്ന് തന്റെ വാശിയായിരുന്നു. അവസാനം പരാജയപ്പെട്ടവനെ പോലെ യാത്രകൾ ഉപേക്ഷിച്ച് തനിക്ക് ബിസിനസ് ഏറ്റെടുത്ത് നടത്തേണ്ടിയും വന്നു. നാഥമേനോനെ എന്ന അധ്യായം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ തന്റെ മൂക്കിൻ തുമ്പിൽ ഇത്രയും വലിയ രഹസ്യം, സഹോദരനെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു പെങ്ങൾ തന്നെ അതും മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവന്റെ ദേഷ്യമൊക്കെ അങ്ങ് ഉച്ചസ്ഥായിയിൽ എത്തിയിരുന്നു. തന്റെ ദേഷ്യം കാരണമൊന്നും മമ്മയിൽ നിന്ന് അറിയാനും കഴിഞ്ഞില്ല. ജാൻ മുറിയിൽ അസ്വസ്ഥനായി വേഗത്തിൽ നടന്നുകൊണ്ടേയിരുന്നു. നീലാംബരിക്ക് വല്ലാത്ത ആശ്വാസമായിരുന്നു മനസ്സിൽ. കാരണം കുറച്ചു മുന്നേ ഭദ്ര വിളിച്ചിരുന്നു. പൂജ അടുത്ത ആഴ്ച കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. കാരണം വലിയ നമ്പൂരി വിദേശത്ത് പോയിരിക്കുകയാണ്. നീ രക്ഷപ്പെട്ടില്ല നില. ഇനിയിപ്പോ എൻഗേജ്മെന്റ് കുറച്ച് വൈകുമല്ലോ. കാവ്യൊരു ചിരിയോടെ പറഞ്ഞു. ഒത്തിരിയൊന്നും വൈകില്ല, ഒരാഴ്ച കൂടി മാറ്റി കെട്ടി, അത്ര തന്നെ. തൂക്കയർ കാത്തിരിക്കുന്ന ജയിൽ പുള്ളിയുടെ അവസ്ഥയാണല്ലോ നീല നിനക്ക്. കാവ്യയുടെ ഉപമയിട്ട് നീലാംബരി അവളെ നോക്കി പേടിപ്പിച്ചു. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരുമാതിരി നാഗവല്ലി ലുക്കിൽ എന്നെ നോക്കരുതെന്ന്. കാവ്യ അവളെ ശകാരിക്കുമ്പോഴും നീലാംബരി അവളെ അങ്ങനെ തന്നെ നോക്കിയിരുന്നു. ഈ കാവ്യ, നീ ഇന്ന് എന്ത് പണിയാ കാണിച്ചേ? എന്തിന്റെ എൻഗേജ്മെന്റ് ആണെന്ന് ഓഫീസിൽ വിളമ്പിയത്? ഒളിച്ചു വെക്കാൻ നീ എന്താ മൂന്നിനെ തേച്ചിട്ട് വേറെ കെട്ടാൻ പോവാണോ? എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു തന്നെയല്ലേ നീ ലോങ് ലീവ് എടുക്കാൻ പോകുന്നു. പിന്നെ എല്ലാവരും അറിഞ്ഞാലിപ്പോ എന്താ? ശരിയാണല്ലോ എന്ന് തോന്നി നീലാംബരിക്ക്. അവളൊരു ദീർഘനിശ്വാസം എടുത്തു. ഡി, ഈ പൂജ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണും പോലെ മണിച്ചിത്രത്തിലും വെള്ളി നക്ഷത്രത്തിലൊക്കെ തിലകം കാണിക്കും പോലെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി തീയും പുകയും അങ്ങനെയൊക്കെ കാണുമോ? നല്ല ബെസ്റ്റ് സംശയമാണ് കാവ്യക്ക്. കാണും, പക്ഷെ ഞാനതൊന്നും കണ്ടിട്ടില്ല. അതെന്താ? അതൊക്കെ വല്യമ്പൂരിയും പരിവാരങ്ങളും തറവാണ്ട് ഏതൊരു അറക്കുള്ളിൽ വെച്ചാണ് ചെയ്യാറ്. എന്നാലും നിന്റെ വീട്ടിലല്ലേ നടക്കുന്നത്, നിനക്ക് കാണാൻ പറ്റാത്ത എന്താ? ജനൽ വഴി ഒളിഞ്ഞു നോക്കണം. ജനൽ വഴി ഒളിഞ്ഞു നോക്കാൻ ഇതേ 3 ബെഡ്റൂം ടെറസ് വീടല്ല, ഒരുപാട് മുറികളുള്ള പഴയ തറവാടാ. എന്റെ ദൈവമേ, കൊട്ടാരാണോടി? നീ അവിടുത്തെ രാജകുമാരിയാണോ? മുകുന്ദ രാജാവിന്റെ കോപ്പാണ്. ഒന്ന് പോകാവി, ഓർത്തിട്ട് എന്നെ ഭ്രാന്ത് പിടിക്കുന്നു. നില, ഒന്ന് ചോദിച്ചോട്ടെ, ഈ വലിയ മന്ത്രവാദിയല്ല, നമ്പൂതിരി. ഓ, ആരായാലും ചെയ്യുന്ന മന്ത്രവാദം തന്നെയാണല്ലോ. അയാൾക്ക് മരണല്ലേ? അല്ല, പണ്ട് മുതലേ ഈ പൂജ ചെയ്യുന്നൊരു വലിയ നമ്പൂരിയാണെന്ന് പറയാറുണ്ടല്ലോ നീ. നീലാംബരി ഗൗരവത്തോടെ കാവ്യക്ക് മറുപടി കൊടുത്തു. അതൊരു വലിയ ഇല്ലത്തെ നമ്പൂതിരിമാരെ കാവ്യ. മേൽമംഗലം മന എന്ന പേര്. അവിടെയുള്ള തലമുറക്കാർ പണ്ട് മുതലേ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാ. പൂജയ്ക്ക് നേതൃത്വം വഹിക്കുന്നയാള് ബാക്കിയുള്ളവർക്ക് ഗുരുസ്ഥാനീയനാണ്. അതുകൊണ്ട് വലിയ നമ്പൂരി എന്ന പേരിൽ അറിയപ്പെടും. പണ്ടും ഇപ്പോഴൊക്കെ ആ പേര് തന്നെയാ. മനസ്സിലായോ? നീലാംബരി ചോദിച്ചപ്പോഴാണ് തുറന്നു പിടിച്ച തന്റെ വായ കാവ്യ പൂട്ടിയത്. എന്റെ മോളെ, ഞാനിതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കേട്ട് നിന്റെ തറവാട് കാണാൻ കൊതിയാവുന്നില്ല. ബെസ്റ്റ്. കൊതിക്ക് ഉപ്പുമുളക് ഒഴിഞ്ഞില്ല, പക്ഷെ തറവാടിൽ നിന്നെ ഞാൻ കൊണ്ടുപോയില്ല. അതെന്താ? കാവ്യ നിരാശയോടെ ചോദിച്ചു. പിന്നെ നീ പുറലോകം കാണില്ല. അതേ, മുകുന്ദേട്ടനെ നിനക്കറിയില്ല. പെണ്ണെന്ന് എഴുതിയൊരു പേപ്പറിൽ വെച്ചാൽ മതി. ആ പേപ്പർ ചുരുട്ടി വിഴുങ്ങും അയാള്. ബാൽക്കണിയിൽ അല്പം മാത്രം കുടിച്ച വോഡ്ക ഗ്ലാസുമായിരിക്കുകയാണ് ജാൻ. ശ്രീ മെല്ലെ നടന്ന് അവന്റെ അരികിലേക്ക് വന്നു. കയ്യിൽ കരുതിയൊരു പഴയ ഫോട്ടോ അവന്റെ നേരെ നീട്ടി ശ്രീ. ജാൻ ആ ഫോട്ടോയിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളൊന്ന് കുറുകി. ഗ്ലാസ് നിലത്തായി വെച്ച് അവൻ ആ ഫോട്ടോ കയ്യിൽ വാങ്ങി. ഒരു കുളപ്പടയിൽ മുഖം കൈകൾ കൊണ്ട് മറച്ചിരിക്കുന്ന ദാവണി ചുറ്റിയൊരു പെൺകുട്ടി. ഫോട്ടോയിൽ കാണുന്ന വീതിയുള്ള പടകൾ അവസാനിക്കുന്നിടത്ത് വെള്ളത്തിലായി പുറത്തു നിൽക്കുന്ന വെള്ളയും റോസും നിറത്തിലുള്ള താമരപ്പൂക്കൾ, തിങ്ങിഞ്ഞെറിങ്ങിയ നീളം തലമുടിയും വെളുത്തു തുടുത്ത ശരീരമുള്ളൊരു പെൺകുട്ടിയുടെ മനോഹരമായ ചിത്രം. പക്ഷേ കൈകൾ കൊണ്ട് മുഖം മറച്ചിരിക്കുന്നതിനാൽ അതാരാണെന്ന് വ്യക്തമല്ല. ഏറെ നേരം ആ ഫോട്ടോയിലേക്ക് നോക്കി ജാൻ അങ്ങനെ തന്നെ ഇരുന്നു. എന്നിട്ട് മുഖമുയർത്തി സ്ത്രീയെ നോക്കി. അവന്റെ കണ്ണിൽ സംശയമല്ലാതെ ദേഷ്യത്തിന്റെ ഒരു കണിക പോലും ആ നിമിഷം ഉണ്ടായിരുന്നില്ല. അന്ന് അവസാനമായിട്ട് ഏട്ടനെ കണ്ട ദിവസം എനിക്ക് തന്നൊരു ഫോട്ടോയാണിത്. തനിക്ക് ഈ കുട്ടിയോട് പ്രണയാണെന്നും ഒരിക്കലും അവളെ കൈവിടാൻ സാധിക്കില്ലെന്നും പറഞ്ഞു. ഞാൻ എത്ര ചോദിച്ചിട്ടും അത് ആരാണെന്നോ ഏത് നാട്ടുകാരിയാണെന്നുള്ള ഒരു വിവരം എന്നോട് പറഞ്ഞില്ല.
അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്നും അറിയില്ല ഉണ്ണിക്കുട്ട. എന്തോ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നേരിയ ഭയം ഞാൻ കണ്ടിരുന്നു. തൻ്റെ പ്രായത്തേക്കാൾ ഒത്തിരി ഇളയ കുട്ടിയാണെന്നും പക്ഷെ അവൾക്ക് താനെന്നാൽ ജീവനാണെന്നും പറഞ്ഞിരുന്നു. ശ്രീയുടെ ഓർമ്മ നാഥിൻ്റെ അവസാന വാക്കുകളിലേക്ക് പോയി. ശ്രീ, ഞാനൊരു യാത്ര പോവാ. ഇവളെൻ്റെ പ്രാണനാണ്. എനിക്ക് ഇവളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല മോളെ. പക്ഷെ അവളെന്നേക്കാൾ ഒത്തിരി ഇളയതാ. ഞാൻ പലപ്പോഴും പിന്തിരിപ്പിക്കാൻ നോക്കിയതാ. പക്ഷേ അവൾക്ക് ഞാനില്ലാതെ പറ്റില്ല എന്ന്. നാദി ചെറുതായെന്ന് ചിരിച്ചു. പക്ഷേ ഇനി എനിക്ക് അവളെ കൈവിടാൻ വയ്യുള്ളൂ. എല്ലാ അർത്ഥത്തിലും അവൾ എൻ്റെതായി കഴിഞ്ഞു ശ്രീ. ഒരു ചെറിയ ഊരാക്കുടുക്കിലേക്കാണ് ഞാൻ പോകുന്നത്. തിരികെ വരുമ്പോൾ അവൾ എൻ്റെ ഒപ്പം കാണും. കിരണിൻ്റെ അമ്മയായി, ജാൻ്റെ അമ്മായിയായി ഈ മാൻഷനിൽ എൻ്റെ പൊന്നു പെങ്ങൾക്കൊപ്പം ഇനി അവളും കാണും. എല്ലാവരും സർപ്രൈസ് ആയിരിക്കട്ടെ. ശ്രീ ഒരു കുറുമ്പോടെ നാഥിൻ്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടാ, എന്നോടെങ്കിലും പറ. ഞാൻ ആരോടും പറയില്ല, സത്യം. ഏയ് നോ മൈ ഡിയർ, എ സർപ്രൈസ് ഷുഡ് ഓൾവേസ് ബി എ സർപ്രൈസ്. അതല്ലേ അതിൻ്റെ ശരി. ഒരു ചിരിയോടെ ശ്രീയുടെ തോളിലൂടെ കൈച്ചുറ്റി ഗാർഡിലൂടെ നടന്നു അയാൾ. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ എല്ലാ യാത്രകളും അവസാനിപ്പിക്കും. അവൾക്കായി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് ശ്രീ. അവളൊരു ഒരു പാവം കൊച്ചു പെണ്ണ്. ഓക്കെ മതി പറഞ്ഞ് കൊതിപ്പിച്ച്. ഒരു കാര്യങ്ങളും പറ. ആളെന്ത് ചെയ്യുക? കൊച്ചു പെണ്ണെന്ന് പറഞ്ഞാൽ പഠിക്കുകയാണോ? ഏയ്, പെണ്ണ് 10ാം ക്ലാസ്സിൽ പഠിപ്പുറത്തി കളഞ്ഞു. അതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം ശ്രീ. ഇപ്പോൾ തയ്യൽ പഠിക്കാൻ പോവാ. പെണ്ണിന് വലിയ ഇഷ്ടമാണ് തയ്ക്കാൻ. യുനോ ശ്രീ, അവളുടെ ആഗ്രഹം എന്താണെന്നറിയോ? ഒരു തയ്യൽ കട. ഒരു തയ്യൽ കട തുടങ്ങണമെന്ന്. നാദ് പൊട്ടിച്ചിരിച്ചു. ഒപ്പം ശ്രീ, എൻ്റെ ഏട്ടാ, മേനോൺസിൻ്റെ അനന്തരാവകാശിക്ക് ഒരു തയ്യൽക്കാരി പെൺകുട്ടി. പെർഫെക്റ്റ് മാച്ച് തന്നെയാണല്ലോ. ഏയ്, ഞാനതൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പാവപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫർ, അത്രയേ ഉള്ളൂ. പോകുന്ന എല്ലായിടത്തും അവരിൽ ഒരാളായി ജീവിക്കാനാണ് ശ്രീ എനിക്കിഷ്ടം. എൻ്റെ ഫാമിലി, എൻ്റെ ബിസിനസ്, ഞാൻ വളർന്ന ചുറ്റുപാടുകൾ, അതൊന്നും ഞാൻ ആരോടും പറയാറില്ല ശ്രീ. ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം പച്ചയായ മനുഷ്യരാണ്. വലിയ വീട്ടിൽ പറഞ്ഞവരെന്ന ഹുങ്കും കൊണ്ട് എനിക്ക് അവരുടെ ഇടയിൽ ജീവിക്കേണ്ട മോളെ. അവരിൽ ഒരാളായി എനിക്ക് ജീവിക്കണം. പക്ഷേ എൻ്റെ പെണ്ണങ്ങനെയല്ല കേട്ടോ. ഒരു കൊച്ചു കെട്ടില്ലമ്മയാ. അവരുടെ കഥകളൊക്കെ കേട്ടാ എൻ്റെ പൊന്നു ചിരിച്ചിരിച്ചിരി വഴിയാകും. വലിയ വീട്ടിൽ അന്ധവിശ്വാസങ്ങൾ ചുരുങ്ങിപ്പോയി ആ കുഞ്ഞു ലോകത്തുനിന്നു എനിക്ക് അവളെ പുറത്ത് വിശാലമായ ലോകമുണ്ടെന്ന് കാട്ടിക്കൊടുക്കണം ശ്രീ. അവളുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം. എന്താ, തയ്യൽ കടയോ? കൊള്ളാം, മേനോൺസ് തയ്യൽ കട. അതിരിക്കട്ടെ, എന്താ അവളുടെ പേര്? നീ എൻ്റെ കൊച്ചിനെ കളിയാക്കിയല്ലേ? പേര് നീ തൽക്കാലം അറിയണ്ട. പിന്നെ മേനോൺസ് തയ്യൽ കടയില്ല, അവൾക്ക് വേണ്ടി ഒരു ഫാഷൻ കമ്പനി തന്നെ ഞാൻ തുടങ്ങും. നീ നോക്കിക്കോ, N&B എന്ന ബ്രാൻഡ് നെയിമിൽ. കാണോ നിനക്ക്? ഓ, N&B. ബിന്ദു, ബീന, ബബിത, ഭാരതി, ഭവാനി, ഇതിലേതാ? നിന്റെ ബുദ്ധി കൊള്ളാം. പക്ഷെ കാണാൻ പോകുന്ന പൂരം കൊടിയിറങ്ങിയിട്ട് നീ അറിഞ്ഞാൽ മതി മോളെ ശ്രീ പാർവതി. ശ്രീനാഥിനെ കുറുമ്പോടെ നോക്കി. നീ നോക്കണ്ട, എന്തായാലും അവളെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ 1 വർഷം മിനിമം എടുക്കും. പെണ്ണിന് 18 കഴിഞ്ഞിട്ടില്ല. അതിനുമ്പ് എനിക്കൊരു ഫാഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നിന്റെ കെട്ടിയനോട് ഞാൻ കമ്പനിയുടെ ഐഡിയ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാര്യം പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നു പെങ്ങളെ, നീ ആയിട്ടൊന്നും പോയി വിളമ്പരുത്. പ്രേമമൂത്ത് ചിലപ്പോൾ നീ അവനോടെങ്ങാനും പറഞ്ഞാൽ പിന്നെ മേനോൺസ് പടയായിട്ട് അവളെ കാണാൻ കുറ്റിയും പറിച്ചു വരും. മേനോൺസ് എന്ന സാമ്രാജ്യം അവൾക്കും വീട്ടുകാർക്കും ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ. ക്യാമറയായിട്ട് ഊരുണ്ടെന്ന് എന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കൂടിയാ പെണ്ണ് തയ്യൽ കട തുടങ്ങാനിരിക്കുന്നത്. ആണോ? കൊള്ളാലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കണമെന്നോ? ശ്രീ വേണ്ടാട്ടോ, എനിക്ക് നിന്റെ വിശ്വാസം തീരെയില്ല. ഞാൻ വരുന്നവരാരോടും പറയില്ലെന്ന് നീ സത്യം ചെയ്യണം. എന്നെ തലയിൽ തൊട്ട് പറ, ചെയ്യില്ലേ? ആദ്യം ശ്രീ നാഥിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ മുഖം കയ്യിലെടുത്ത് നാഥിന്റെ മൂർത്താവിലായി ചുംബിച്ചു. സത്യം, സത്യം, സത്യം. 3 സ്നേഹചുംബനം നൽകി കരാറുറപ്പിച്ചു. നാഥ് ശ്രീയെ തന്നെ നെഞ്ചോട് ചേർത്തണച്ചു. ഓർമ്മയിൽ നിന്നും ഇന്നലെ നടന്ന പോലെയെല്ലാം ശ്രീ ജാനെ കേൾപ്പിച്ചു. വല്ലാത്തൊരു അതിശയത്തോടെ ഞാൻ ശ്രീ പറയുന്ന ഓരോന്നും കേട്ടിരുന്നു. പക്ഷെ അവന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു വന്നു. മമ്മ, ജാന്റെ വിളിയേട്ടാണ് ശ്രീ ഓർമ്മകളിൽ നിന്ന് ഉണർന്ന്. മമ്മ, പക്ഷേ മമ്മ അദ്ദേഹത്തിന് കൊടുത്ത ആ പ്രോമിസ് അങ്കിളിനെ കാണാതായിട്ടും എന്തിനു വേണ്ടിയാ പാലിച്ച്? വൈ? കേരളത്തിലധികം യാത്ര ചെയ്യാത്ത അങ്കിള് ഇതൊരു വലിയ ക്ലൂ തന്നെയായിരുന്നല്ലോ. വാട്ട്സ് ദ പോയിന്റ് ഓഫ് കീപ്പിംഗ് ദാറ്റ് വേസ്റ്റഡ് പ്രോമിസ്? വി കുഡ് ഹാവ് യൂസ്ഡ് ഇറ്റ് വെൻ ഹി മിസ്ഡ്. ഐ യൂസ്ഡ് ഇറ്റ്. ഐ ബ്രോക്ക് ദാറ്റ് പ്രോമിസ് വൺസ്. മമ്മ. അതേ ഉണ്ണിക്കുട്ട, രാമഭദ്രൻ അങ്കിൾ, അദ്ദേഹത്തോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. നമ്മുടെ ശത്രുക്കൾ അപ്പോഴേക്കും ശിവേട്ടനെ നേർക്ക് തിരിഞ്ഞിരുന്നു. നിരപരാധിയായ അദ്ദേഹത്തെ നിയമത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ട് നാഥേട്ടൻ്റെ കേസ് അധികം ആരും അറിയാത്തൊരു മിസ്സിംഗ് കേസായി അവസാനം ക്ലോസ് ചെയ്തു. പക്ഷേ രാമഭദ്രൻ അങ്കിൾ രഹസ്യമായിട്ട് അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിരുന്നു. കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ രാമഭദ്രൻ അങ്കിളിനോട് പറഞ്ഞു. നാഥേട്ടന് സ്വന്തം അച്ഛനേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു ശിവേട്ടൻ്റെ അച്ഛൻ. പണ്ട് മുതലേ എല്ലാ രഹസ്യങ്ങളും അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യായിരുന്നു. രാമച്ച എന്ന ഏട്ടൻ അദ്ദേഹത്തെ വിളിക്കാറ്. അതുകൊണ്ട് തന്നെ ആ കൊക്കയിൽ നിന്ന് നാഥേട്ടൻ്റെ തകർന്ന കാർ കിട്ടിയതിൻ്റെ 6 മാസം കഴിഞ്ഞ് കേസൊക്കെ ഒരുവിധം ശാന്തമായപ്പോൾ രാമഭദ്രൻ അങ്കിൾ സ്വയം അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ച്. ബോഡിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഏട്ടൻ തിരികെ വരുന്ന ഞങ്ങൾ കരുതി. അതുകൊണ്ട് ആ മാസങ്ങൾ കാത്തിരുന്നു. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്? ജാൻ അക്ഷമനായി ചോദിച്ചു.
വീണ്ടും കുറച്ച് മാസങ്ങൾ വേണ്ടി വന്നു അങ്കിളിന് ആ വീട് കണ്ടുപിടിക്കാൻ. അവസാനം അദ്ദേഹം ആ വീട്ടിലെത്തി. പക്ഷേ നാഥേട്ടൻ സ്നേഹിച്ച ആ കുട്ടി നാഥേട്ടനെ ചതിച്ചതാ ഉണ്ണിക്കുട്ട. ആ വീട്ടിലുള്ള അവരുടെ കാര്യസ്ഥനായിട്ട് ആ കുട്ടിക്ക് അടുപ്പുണ്ടായിരുന്നു. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. നാട്ടുകാരൊക്കെ അറിഞ്ഞ് അവിടെയുള്ളവരാകെ നാണക്കേടായി. വല്ലാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോഴാണ് രാമഭദ്രനങ്കിൾ നാഥേട്ടനെ അന്വേഷിച്ച് അവിടെ ചെല്ലുന്നു. ഏട്ടനും അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും അപ്പോൾ തന്നെ അവിടുന്ന് മടങ്ങിപ്പോയി എന്നാണ് ആ വീട്ടുകാർ പറഞ്ഞത്. പക്ഷേ എനിക്ക് അവളെ കാണണമെന്ന് അവളോട് സംസാരിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചു. എനിക്ക് അവളോട് ചോദിക്കണമായിരുന്നു, മനസ്സിൽ മറ്റൊരുവനെ വെച്ചുകൊണ്ട് എൻ്റെ ഏട്ടൻ എന്തിനും സ്നേഹം നടിച്ച് വഞ്ചിച്ചു എന്ന്. എന്നെ കൂട്ടാൻ തിരികെ വരുന്ന വഴിയിൽ രാമഭദ്രൻ അങ്കിൾ ഓടിച്ചിരുന്ന കാറ് ലോറിയായിട്ട് കൂട്ടിയിടിച്ചു. ആ ആക്സിഡന്റിൽപ്പെട്ട അങ്കിളിപ്പോൾ ഒരു ജീവശവമായി നമ്മുടെ മുമ്പിൽ. ശ്രീ പാർവതി പൊട്ടിക്കരഞ്ഞു. മമ്മ പ്ലീസ് ഡോണ്ട് ക്രൈ. മമ്മ മേ ആസ്ക് വൺ മോർ തിങ് പ്ലീസ്. ശ്രീ മുഖമുയർത്തി ജാനെ നോക്കി. വല്ലാത്തൊരു പ്രതീക്ഷയോടെ അവൻ തന്നെ നോക്കിയാണ്. ശ്രീ ചോദിക്കുന്നർത്ഥത്തിൽ തലയാട്ടി. മമ്മ ഇതൊക്കെ അച്ഛനും മമ്മയോട് എങ്ങനെയാ പറഞ്ഞു? അച്ഛനോട് ആ വീട്ടിൽ ആരെ ഈ കാര്യങ്ങൾ അറിയിച്ച്? മേ ബി ദേ ലൈറ്റ് ടു ഹിം. നോ ഉണ്ണിക്കുട്ട, അങ്ങനെയല്ല. ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയതും കാര്യസ്ഥനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചെല്ലാം നാട്ടുകാർക്ക് ഉൾപ്പെടെ അറിയാം. ആ നാട്ടിൽ നാഥേട്ടനൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹമാണ് കൂടുതൽ കാര്യങ്ങൾ രാമഭദ്രങ്കിളിനോട് പറഞ്ഞത്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അത് ആ പെൺകുട്ടി ഏട്ടന് ചതിച്ചതിൽ മാനസികമായിട്ട് ഒരുപാട് തളർന്നിരുന്ന ഏട്ടൻ ചിലപ്പോൾ മനഃപൂർവ്വം കൊക്കയിലേക്ക് വണ്ടി ഓടിച്ചിറക്കി ആത്മഹത്യ. രാമഭദ്രൻ അങ്കിൾ താമസിക്കുന്ന ഹോട്ടലിലെ ലാൻഡ് ഫോണിലൂടെ എൻ്റെ ഹോസ്പിറ്റൽ നമ്പറിലേക്ക് വിളിച്ച ഇക്കാര്യങ്ങൾ രഹസ്യമായിട്ട് അങ്കിൾ എന്നെ അറിയിച്ച്. രഹസ്യം? വൈ? വാട്ട്സ് ഇൻ ഇറ്റ് ദാറ്റ് അതേ ഷുഡ് നോ? അത് അച്ഛനും ശിവേട്ടനും ബിസിനസ് മേഖല അപമാനിതരായ സമയമായിരുന്നു അന്നൊക്കെ. ഒരുപാട് ബിസിനസ് ലോസും സംഭവിച്ചു. ശത്രുക്കളുടെ കുത്തുവാക്കൾ ശിവേട്ടന് നേർക്കായിരുന്നു. സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശിവേട്ടനും സ്വന്തം പെങ്ങളായി ഞാനും ചേർന്ന് നാഥേട്ടനെ അപായപ്പെടുത്തുന്നൊരു സംസാരം ഉണ്ടായി. അന്നൊക്കെ രാമഭദ്രൻ അങ്കിളും അച്ഛനും ചേർന്ന മീഡിയ വഴി പുറത്താരും അറിയാതെ പ്രശ്നം പരിഹരിച്ച്. നിന്റെ അമ്മയും അച്ഛനും കുറ്റക്കാരാതിരിക്കാൻ മാത്രമല്ല, ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സാധുക്കളായിരുന്നു. പ്രായമായ അച്ഛനും അമ്മയും മൂത്തമാൻ്റെ ചെലവിലാണ് കഴിഞ്ഞതൊക്കെ. അവരുടെ ജീവിതം തകർക്കരുതെന്ന് പറഞ്ഞ് അവർ കാലുപിടിച്ച് കരഞ്ഞെന്ന് അങ്കിൾ പറഞ്ഞു. നിന്റെ ഗ്രാൻഡ് പയും പപ്പയൊക്കെ ഇതറിഞ്ഞ ഒരു പരിഗണന ആ പെൺകുട്ടിക്ക് കൊടുക്കില്ല. വീണ്ടും വലിയൊരു വാർത്തയായിട്ട് ഈ കേസ് മാറും. ഒരുപക്ഷെ ആ പെൺകുട്ടി നിരപരാധിയാണെങ്കിൽ പാവപ്പെട്ട കുടുംബത്തെ ഈ കേസിലേക്ക് വലിച്ചഴിച്ചെന്നൊരു കേസ് കൂടി പുറത്തു വരും. എല്ലാം കേട്ടിട്ട് ജാന്റെ തല പൊട്ടുന്ന പോലെ അവന് തോന്നി. ആ ഫാമിലി ഇപ്പോൾ എവിടെയുണ്ട്? ഐ വാണ്ട് ടു മീറ്റ് ദം. ജാൻ അമറും പോലെ പറഞ്ഞു. അറിയില്ല ഉണ്ണിക്കുട്ട, ഒരു പ്രാവശ്യം കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടുത്തി എന്നെ കൊണ്ട് പോകാമെന്ന് രാമഭദ്രങ്ങൾ പറഞ്ഞ. പക്ഷെ അവിടുന്ന് തിരികെ വരുമ്പോഴല്ലേ ആക്സിഡന്റ് ഉണ്ടായത്. അവിടെയുള്ള നാദങ്ങളുടെ ആ ഫ്രണ്ട് ആരായിരുന്നു? അതും അറിയില്ല. എല്ലാവരെയും നേരിക്കാണെന്ന് കരുതി ഞാനും ഫോണിലൂടെ കൂടുതലൊന്നും ചോദിച്ചില്ല. നാദിന്റെ ഫാമിലിക്ക് അയാളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ നാദിന്റെ ഫ്രണ്ടായ അയാൾക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മേനൂസ് ഫാമിലി കണ്ടുപിടിക്കാൻ എന്താണ് പ്രയാസം അമ്മ? വൈ ഡിഡ്ന്റ് ദാറ്റ് ഫ്രണ്ട് കം ലുക്കിംഗ് ഫോർ അങ്കിൾ? ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിക്കുട്ട, ഒരിടത്തും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആളാണ് എൻ്റെ ഏട്ടൻ. ആർക്കും അദ്ദേഹം ആരാണെന്ന് അറിയില്ല. കാണുന്നവർക്ക് സാധാരണക്കാരനായ ഒരു ഫോട്ടോഗ്രാഫർ. പക്ഷെ നാദ പാരൽസിന്റെ ഫംഗ്ഷന് മീഡിയ ഉണ്ടായിരുന്നല്ലോ. അങ്കിളുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ പുറത്തു വിട്ടല്ലേ? അത് കണ്ടിട്ട് പോലും ആരും വന്നില്ലല്ലോ. ആ ന്യൂസിന് അധികം പ്രാധാന്യം കൊടുക്കേണ്ടെന്ന് നിന്റെ ഗ്രാൻഡ് പാരനെ മീഡിയയോട് പറഞ്ഞ്. നമ്മൾ എന്തൊക്കെ ക്ലിയർ ചെയ്യാൻ നോക്കിയാലും വീണ്ടും പഴയത് ചെകഞ്ഞെടുക്കാൻ എല്ലാവർക്കും നല്ല മിടുക്കാൻ തോന്നും. നാദമേനോന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനം മകനായ കിരൺ ഏറ്റെടുത്തു. അത്രയുള്ള ആ വാർത്തയുടെ പ്രാധാന്യം. ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ എ സൂയിസൈഡ് അല്ലേ ശ്രീയമ്മ? ജാനും ശ്രീയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ബാൽക്കണി ഡോറിൽ കണ്ണുകൾ നിറച്ച് തങ്ങൾ നോക്കി നിൽക്കുന്ന കിരണിനെ കണ്ടതും ശ്രീയുടെ ഉള്ളം തേങ്ങി. ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന കിരണിന്റെ പുറത്തായി തലവെച്ച് മറന്നു കിടന്നു ജാൻ. കുറേയേറെ നിമിഷങ്ങൾ ഇരുവരിലും നിശബ്ദ തളം കെട്ടി നിന്നു. കിരണിന്റെ മൂഡ് ശരിയാക്കാൻ അവനെയും കൊണ്ട് തന്റെ ഫ്ലാറ്റിലേക്ക് വന്നാണ് ജാൻ. ശ്രീയും ജാനും പറഞ്ഞു. കിരൺ ഒരു മറവിനപ്പുറം കേട്ടു നിൽക്കുകയായിരുന്നു. അവന്റെ അച്ഛനെ കുറിച്ച് കേട്ടതിന്റെ ആഘാതം ആ മുഖത്ത് ഇപ്പോഴും തളം കെട്ടിയിട്ടുണ്ട്. പക്ഷെ കിരണിന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ അവന് അധിക നേരം ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ അതിനെയൊക്കെ തരണം ചെയ്ത് അവൻ തിരികെ വരാനാണ് പതിവ്. ഒരു ദീർഘശ്വാസം എടുത്ത് കിരൺ മൗനം ഭേദിച്ചു. ജാൻ വല്ലാതെ നേർത്തു പോയിരുന്ന കിരണിന്റെ ശബ്ദം. ജാൻ മറുപടി എന്നാണെന്ന് മൂളി. മതിയാക്കാടാ, മടുത്തു. അച്ഛൻ പോയി. ജീവന്റെ ഒരു കണിക ബാക്കിയുണ്ടെങ്കിലും ഇതിനോടകം തിരികെ എത്തിയേനെ. എല്ലാം മതിയാക്കാം. ഇനി കാത്തിരിക്കാൻ വയ്യടാ. കിരൺ. ജാൻ അവന്റെ പുറത്തുനിന്ന് തലയെടുത്തുകൊണ്ട് അവൻ്റെ ഒപ്പം കിടന്നു. കിരൺ, പക്ഷേ ഓൾവേസ് ഐ ഹാവ് എ തോട്ട് ആസ് ഇഫ് സംവൺ ഈസ് കോളിംഗ് മീ സംവെയർ. എല്ലാം നിന്റെ തോന്നലാണ്. കണ്ടുപിടിക്കണമെന്ന ചിന്ത നിന്റെ മനസ്സിനെ അത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു ഞാൻ. അതുകൊണ്ടാ ഇന്ന് കാര്യങ്ങൾ കൂടുതൽ എനിക്ക് വ്യക്തമായില്ലേ. ഇനി മതിയാക്കാടാ. നോ കിരൺ, ഇപ്പോഴും വ്യക്തതയില്ല. എൻ്റെ മനസ്സിൽ സംശയങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. അങ്കിളിനെ അന്വേഷിച്ചു പോയ അച്ഛൻ അദ്ദേഹം അപകടത്തിൽപ്പെട്ടു. മാത്രമല്ല, അങ്കിളുടെ അവസാന നാളുകളിൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഒരിക്കൽ പോലും അങ്കിളുടെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല. അത് പറയാൻ പറ്റില്ല ജാൻ. അവർക്ക് സാധാരണക്കാരാണ്. എന്തിന്? അത് പോയിട്ട് ആ വീടോ ആ സ്ത്രീയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെങ്ങനെയാ അയാൾ നമ്മളെ കണ്ടെത്തുന്നത്? വിട്ടേക്ക് ജാൻ. നമുക്കിനി അച്ഛൻ്റെ പുറകെ പോകണ്ട. അച്ഛൻ്റെ സ്വപ്നം അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്ത് സ്വപ്നം? ജാൻ അല്പം ദേഷ്യത്തോടെയാണ് അത് ചോദിച്ചത്. നാദ പാരൻസ് ഒരിക്കലും അങ്കിളിന്റെ സ്വപ്നമായിരുന്നില്ല കിരൺ.
അത് അങ്കിളിനെ ചതിച്ച ആ സ്ത്രീയുടെ ആഗ്രഹമായിരുന്നു. അവർക്ക് വേണ്ടി അങ്കിൾ കരുതിയ സമ്മാനമാണ്. അത് ഡാഡിക്ക് അറിയാതെ പോയി. പക്ഷേ ഇപ്പൊ എവിടെയോ ഷീ ലീവ്സ് ഹാപ്പിലി വിത്ത് സമ്മൺ എൽസ്. ഷി വാസ് പ്രഗ്നന്റ് വെൻ ഷീ ചീറ്റഡ് ഓൺ ഹിം. അതാ പറഞ്ഞ് മതിയാക്കാന്ന്. എല്ലാം മതിയാക്കാൻ ജാൻ, പ്ലീസ് ജാൻ. കിരൺ ഉറപ്പോടെ പറഞ്ഞു. കിരൺ? ജാൻ അവന്റെ തോളിലൂടെ കൈ ചുറ്റി തന്നോട് ചേർത്തു. കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വിഷമത്തോടെ അവൻ പറഞ്ഞു. അച്ഛൻ, ആദ്യം ഒരു സ്ത്രീയായിട്ട് ബന്ധം കൂടി, ഞാനുണ്ടായി. അവരുപേക്ഷിച്ച് എന്നെ കൈവിടാതെ ഇവിടേക്ക് കൊണ്ടുവന്നു. പിന്നെ മറ്റൊരു പെൺകുട്ടിയുടെ സ്നേഹത്തിലായി. അവളച്ഛനെ ചതിച്ചു. ഒരുപക്ഷെ ഇപ്പോ എവിടെയെങ്കിലും മറ്റൊരു സ്ത്രീയായിട്ട് അച്ഛൻ. കിരൺ! ജാൻ ഒച്ചയെടുത്തു. പെട്ടെന്നാണ് തുറന്നിടുന്ന ബാൽക്കണിയിൽ നിന്നൊരു കാറ്റ് വീശിയടിച്ച് അകത്തേക്ക് കയറിയത്. ഒപ്പം വല്ലാത്തൊരു സുഗന്ധവും. ജാനും കിരണും മുഖത്തോട് മുഖം നോക്കി. ഇതെന്തോ ഒരു മണം, നീ ഏത് ബ്രാൻഡ് അടിച്ച്? ജാൻ കിരണിനോട് സംശയബാധൽ ചോദിച്ചു. ഞാൻ നീ കുടിച്ചിട്ട് ബാക്കി വെച്ച വോഡ്ക അടിച്ച്. സത്യം, അല്ലാണ്ട് ഞാൻ വേറെ തൊട്ടിട്ടില്ല. വാട്ട്? ഞാൻ ചോദിച്ച നീ യൂസ് ചെയ്ത പെർഫ്യൂം ബ്രാൻഡ് ഏതാന്നാ? ഡോണ്ട് യൂസ് സ്മെൽ എ വെറൈറ്റി പെർഫ്യൂം. കിരണൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. ഇത് അടുത്ത ഫ്ലാറ്റ് വല്ല ഹോമമോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. ഭസ്മത്തിന്റെ മണം വരുന്നുണ്ടല്ലോ. ഹോമം? ഫ്ലാറ്റിൽ? കുറച്ചു മുമ്പ് നീ കരഞ്ഞപ്പോ നിന്റെ തലയിലെ കളിമണ്ണ് ചെളിയായെന്ന് തോന്നുന്നു. ഹോമല്ല നടക്കുന്നു. ജാനൊരു മുട്ടൻ ചീത്ത വിളിച്ചുകൊണ്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണി ഡോർ അടച്ച് കുറ്റിയിട്ടു. നീ പൂച്ചിക്കണ്ട, വല്ല പാലുകാശോ നൂലുകെട്ടോ ഫസ്റ്റ് നൈറ്റോ വല്ലതും കാണും. അപ്പൊ ഈ ഭസ്മം വെച്ച് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ലാസ്റ്റ് നീ പറഞ്ഞ കാര്യത്തിന് ഭസ്മല്ല, അതുപോലെ വേറെ ഐറ്റം ഇപ്പൊ ട്രെൻഡ്. എന്റെ ദൈവമേ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, കള്ളിയങ്കാട്ട് നീലുകൾ ഇറങ്ങുന്ന ദിവസം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാക്കുള. അതൊന്നും അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിൽ പണ്ടെങ്ങാനും തൂങ്ങിച്ചാത്ത ഏതോ പരട്ട പ്രേതം. കിരൺ കട്ടിൽ മുട്ടുത്തിന്ന് കംഫർട്ട് ദേഹത്തൂടെ ചുറ്റി മുഖം മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാക്കി ജാനെ നോക്കി പറഞ്ഞു. പെണ്ണായി പിറന്ന പ്രേതം നിന്റെ അടുത്ത് വരില്ല. നോക്കി കയറുപ്പുണ്ടാക്കുന്ന ടൈപ്പാ നീ. പിന്നെ ട്രാക്കുള. ഈ ഞാനിവിടെ നിൽക്കുമ്പോ ഏത് ട്രാക്കുളയാണ് എന്റെ ഫ്ലാറ്റിൽ വരുന്നത്? ഞാൻ സാലഡ് പ്രിപ്പയർ ചെയ്യാൻ പോവാ, നിനക്ക് വേണോ? പറഞ്ഞുകൊണ്ട് ഞാൻ കിച്ചണിലേക്ക് നടന്നു. ഓ, എനിക്ക് വേണ്ട നിന്റെ പുല്ലും മൈക്കോലും. എനിക്കുള്ള ചോറും സാമ്പാറും ഫ്രിഡ്ജിലുണ്ട്, ഞാൻ ചൂടായി കഴിച്ചോളാം. പറ്റുമെങ്കിൽ ആ ഫുഡ് ഓവനിലേക്ക് എടുത്തു വെക്കണം. എന്താണോ എന്റെ മനസ്സിന് നല്ല സുഖമില്ല, അതുകൊണ്ട് കിച്ചണിൽ കയറൊരു മൂടില്ലടാ. വൈകോടാ. ഒരു പ്രത്യേക ഇനത്തിൽ കിച്ചണിലേക്ക് നടന്നു വന്ന് ജാൻ നോക്കി കിരൺ വിളിച്ചു പറഞ്ഞു. ഓ, അപ്പൊ ചോറും സാമ്പാറും കുത്തിക്കയറാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലേ? ഫ്രിഡ്ജ് തുറന്ന് കിരണിന്റെ ഫുഡ് പുറത്തെടുത്തുകൊണ്ട് ജാൻ അവനോട് ചോദിച്ചു. സാമ്പാർ പാത്രം തുറന്നു നോക്കിയെന്നും വെളുത്ത പാട പോലെ സാമ്പാർ നോക്കി ചിരിക്കുന്നു. ഏയ് കിരൺ, ഇത് എന്നുണ്ടാക്കിയ സാമ്പാറാ? എന്താടാ? ബിക്കിനിട്ട ഫംഗസ് സാമ്പാർ കിടന്ന് നീന്തുന്നു. ഇത് കഴിച്ച ഫംഗസിന്റെ കൊച്ചിന്റെ തന്തയാവും നിനക്ക്. വേണോ? ഏയ്, എനിക്ക് സാലഡ് മതി. അതിന് നീ പുല്ലും വൈക്കോലും കേട്ടില്ലല്ലോ. കുറച്ച് ചിക്കനും കൂടി ചേർത്തോ. വൈക്കോലിനൊരു കമ്പനിക്ക് ചിക്കൻ കുറച്ച് കൂടുതൽ വേണം. ചിക്കൻ മാത്രം ഫ്രൈ ചെയ്താൽ മതി. ജാൻ കിരണും തുറച്ചു നോക്കിയതും എളിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണ് കിരൺ. അടുത്ത 2 ദിവസങ്ങളിൽ കിരണും ജാനും ഫ്ലാറ്റിൽ തന്നെയായിരുന്നു. മൺഡേ മുതൽ തുടങ്ങാൻ പോകുന്ന ഫാഷൻ ഷൂട്ടിന്റെ ചർച്ചയിലായിരുന്നു അവർ. ജാനോട് യുവാക്കാരും സംസാരിക്കണമെന്ന് കരുതിയ സ്ത്രീക്ക് അതിന് കഴിഞ്ഞതുമില്ല. പ്രണയിച്ചതിൽപ്പെട്ട് നഷ്ടമായ സ്വന്തം ഏട്ടന്റെ ഉദാഹരണം കാട്ടി മകനെ അവന്റെ ഇഷ്ടങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കിയ സ്ത്രീക്ക് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ കൂടി തുറന്നു പറയേണ്ടി വന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും തന്റെ തുറന്നു പറച്ചിൽ തെറ്റായിപ്പോയി എന്ന് സ്ത്രീക്ക് തോന്നിയില്ല. പക്ഷേ ഉള്ളിൽ എവിടെയോ ഒരു നിരാശ നിഴലിച്ചു. ഇത്രയും കാര്യങ്ങൾ തനിക്ക് ഏട്ടനെ പറ്റി അറിയാമായിരുന്നിട്ടും ഒരിക്കൽ പോലും താൻ സത്യാവസ്ഥ അറിയാൻ ശ്രമിച്ചില്ലല്ലോ എന്ന ചിന്ത അവരെ വേരോടെ വിഴുങ്ങി. തന്നെ ജീവനുകളിൽ ഞാൻ സ്നേഹിച്ച തന്റെ ഏട്ടനെ കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നും ആ നിഗൂഢത അറിയാൻ താൻ ഒരിക്കലും ശ്രമിച്ചില്ലല്ലോ എന്നോർത്ത് അവൻ ദുഃഖിച്ചു. ഉണ്ണിക്കുട്ടൻ പറഞ്ഞ പോലെ താൻ സെൽഫിഷായി പോയോ? തന്റെ ഭർത്താവിന്റെയും അച്ഛന്റെയും അന്നത്തെ മാനസികാവസ്ഥ മാത്രമേ താനെന്ന് നോക്കിയുള്ളൂ. പിന്നെ തന്റെ ഭർത്താവിന്റെ അച്ഛൻ രാമഭദ്രന്റെ അവസ്ഥ കൂടി കണ്ടപ്പോൾ തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ട ഒരു അധ്യായമായി നാഥുമേനോന്റെ തിരോധാനം താൻ അടച്ചുപൂട്ടി. ഹോസ്പിറ്റൽ പോകാതെ ഇത്തരം ചിന്തകളുമായി ശ്രീയും മാൻഷനിൽ തന്നെ കഴിഞ്ഞുകൂടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.